ഇനിയും വടക്കൻ ഗസയിൽ തുടരുന്നവർ ഭീകരവാദികളെന്ന ഇസ്രായേൽ. സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടേതാണ് ഈ ഭീഷണി. അതിനിടെ ഗസയിലേക്ക് സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിലെ ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച സമാധാന പദ്ധതിയിൽ ഹമാസ് ഇപ്പോഴും പ്രതികരണം അറിയിക്കാത്തതിനാൽ ഇസ്രായേൽ ഗസയിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. വടക്കൻ ഗസയെ തെക്കൻ ഗസയുമായി ബന്ധിപ്പിക്കുന്ന അൽ റഷീദ് തീരദേശ റോഡ് ഇസ്രായേൽ അടച്ചു. മധ്യഗസയിലെ നെറ്റ്സാരിം ഇടനാഴി പിടിച്ചെടുത്ത് ഇസ്രായേൽ സൈന്യം നിയന്ത്രണമേറ്റെടുത്തു. ഇനിയും വടക്കൻ ഗസയിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കട്സ് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഗസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയിലെ ഗ്രീറ്റ തുൻബർഗ് അടക്കമുള്ള ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. ഫ്ലോട്ടില്ലയിലെ വോളണ്ടിയർമാർ നിയമപരമായ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചതിനാലും പ്രകോപനം സൃഷ്ടിച്ചതിനാലുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇസ്രായേൽ വിശദീകരിച്ചു. ഫ്ലോട്ടില്ല ദൌത്യത്തിലെ 13 ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. അവശേഷിക്കുന്ന 30 ബോട്ടുകൾ ഗസയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആക്ടിവിസ്റ്റുകളുടെ അറസ്റ്റിനെതിരെ ഇറ്റലിയിലും തുർക്കിയിലും ഗ്രീസിലും ടുണീഷ്യയിലും അർജന്റീനയിലും പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. നടപടിയെ അന്താരാഷ്ട്ര കുറ്റകൃത്യം എന്ന് വിശേഷിപ്പിച്ച കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇസ്രയേലി നയതന്ത്രജ്ഞരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.